ഡോക്ടർ ജി വി ഹരി, ഈ ശബരിമല വിഷയം രൂപപ്പെടുമ്പോഴെല്ലാം അത് 2018 ആയിക്കോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ അയ്യപ്പ ഭക്ത സംഗമമായിക്കോട്ടെ, ഇതിലെല്ലാം കോൺഗ്രസ് ഒരു കരുത്തുറ്റ നിലപാടെടുക്കാത്തത്, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാത്തതിന് പിന്നിൽ അതിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുണ്ടോ? നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെ, അതായത് ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്കൊപ്പം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് അതിതീവ്രമായ മുസ്ലിം സംഘടനകളുടെ പിന്തുണ നഷ്ടപ്പെടുമോ? അങ്ങനെയൊക്കെ ഒരു ആശങ്ക കോൺഗ്രസിനുണ്ടോ? കാരണം കോൺഗ്രസിന്റെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പോലും ഈ വിഷയത്തിൽ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് ചോദിക്കുന്നു. കാലത്ത് ഈ പത്രങ്ങൾ നോക്കാത്തത് കൊണ്ടാണ്. അതാണ് എത്രയോ നേതാക്കളുണ്ട്, ആരും ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് നോക്കാത്ത പത്രം നോക്കാത്തതുകൊണ്ടാണ്. എനിക്കൊന്ന് ജനം TV മാത്രം കാണുന്നതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. ഞാൻ പറയാം, ഇതിനകത്ത് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് ഞാൻ ഗൗതത്തിന്റെ കൂടി ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പറയാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. CPM-നെതിരെ മുന്നോട്ട് വെക്കാനായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പൊളിറ്റിക്കൽ ഇഷ്യൂസുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ ശ്രീ ആർ വി ബാബുവും അതോടൊപ്പം തന്നെ ശ്രീ വസന്തും ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ താങ്കളും പറഞ്ഞ പോലെ ആത്മാർത്ഥക്കുറവുണ്ട്. നോക്കൂ, 48 ലക്ഷം രൂപയാണ് ഓരോ വർഷവും പഴയ കവനൻ്റ് പ്രകാരം ശ്രീ A.K. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നത് വരെ സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് ഉണ്ടായിരുന്നത്. അത് ശ്രീ A.K. ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് 82 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് കോൺഗ്രസ്സാണ്. 82 ലക്ഷം രൂപ ഓരോ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളതാണ് വയ്പ്. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ 10 കോടിയാണ് ബജറ്റ് പ്രഖ്യാപിച്ചത്. 10 കോടി. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ, 82 ലക്ഷം രൂപയുടെ പകുതി പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇനി ശ്രീ ആർ വി ബാബു ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉള്ളതാണ്. 112 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത് ആരാണ്? 112 ഏക്കർ, അതായത് ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് 112 ഏക്കർ എടുത്തതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അവിടെ സീവേജ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതോടൊപ്പം തന്നെ അവിടുത്തെ ആശുപത്രികളടക്കം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് അല്ലാതെ ഈ കഴിഞ്ഞ 10 വർഷം ഒരു തരത്തിലുള്ളൊരു വികസന പ്രവർത്തനവും അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനം ഉണ്ടായിക്കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന് പകരം അവരെന്താ ചെയ്തത്? ഈ വിഷയം, സുപ്രീം കോടതിയുടെ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ BJPക്ക് വളരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ CPM ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എന്താ, വീണ്ടും ഇതിൻ്റെ പേരിൽ കുറച്ച് വോട്ട് CPM-ന് കിട്ടിക്കോട്ടെ, BJPക്ക് കിട്ടിക്കോട്ടെ എന്നൊരു നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളെന്താ ഇതിനകത്ത് ഇത് പറയാത്ത, അവിടെ പോകാത്തതെന്ന് ചോദിച്ചു വസന്ത. ഇത് അവിടെ നടക്കുന്നത് അയ്യപ്പ സംഘമല്ലേ, അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പങ്കെടുക്കേണ്ടത് വിശ്വാസികളാണെന്നേ. ആ വിശ്വാസികൾ നേരത്തെ ഇവിടെ ആർ വി ബാബു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോഴും സർക്കാരിനറിയില്ല എന്താണ് ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണ്. 3000-ഓളം ആളുകളെ വിളിക്കുമെന്ന് പറയുന്നു. ആരെയാണ് വിളിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവരെ വിളിക്കാൻ പോകുന്നത്, ആ കാര്യങ്ങളിലൊന്നും ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. അതിപ്പോൾ മാത്രമല്ല, നേരത്തെയും ഞങ്ങളിവിടെ ഗോകുൽ പറഞ്ഞ പോലെ ഞങ്ങൾ കരക്കിരുന്ന് ഇതെല്ലാം കണ്ട് കൊള്ളാം, അതിന് കൈതനയാതെ മീൻ പിടിക്കുക എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിക്കെതിരെ കേസുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കേസുണ്ട്, ശ്രീ അടൂർ പ്രകാശിനെതിരെ കേസുണ്ട്. അവരുമൊക്കെ അവിടെ പോയി നടക്കുമ്പോൾ ആരും ശബരിമലയിൽ പോലും വന്നിട്ടില്ല. അല്ല, ആര് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പോഴും ആ സമയത്ത് കാണുന്നില്ല. എത്രയോ പരിപാടികൾ വന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പീക്ക് ടൈമിൽ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇറങ്ങി അടിയുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, വീണ്ടും അടിയിലേക്ക്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഗോകുലെ ഒരു മിനിറ്റ്, എന്റെ അവസരമാണല്ലോ, ഞാൻ പറഞ്ഞു നിർത്തിട്ട് പറഞ്ഞോളൂ. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തട്ടെ. അപ്പൊ പ്രക്ഷോഭം എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല പ്രക്ഷോഭം. നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് ആണല്ലോ. ആ നിയമപരമായിട്ടാണല്ലോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. കേസിന് പോയത് ആരാദ്യം? താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കേസിന് പോയത്, അല്ലേ? താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കേസിന് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസ്സുകാർ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോൺഗ്രസ് അതിനകത്ത് എന്തെങ്കിലും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള അഭിപ്രായം ഈ നിമിഷം എനിക്ക് അയ്യപ്പ ഭക്തൻ എന്നുള്ള നില എന്റെ ഡിബേറ്റുകളിൽ എനിക്ക് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ ഞാൻ അതിന് എതിർപക്ഷത്തെ കുറിച്ചിട്ടായാലും പറയുന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന് അതിനകത്ത് വേറൊരു തരത്തിലുള്ള നിലപാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ യുവതീ പ്രവേശനം നടക്കണമായിരുന്നു, ആചാര ലംഘനം നടക്കണമായിരുന്നു, നിലപാടുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു കാലഘട്ടത്തിലും പറയില്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും നന്ദിയോടും സ്നേഹത്തോടും കൂടി മാത്രമേ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ കാരണം അനാവശ്യമായിട്ട് ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് എന്തോ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്ന സമയത്ത് അടികൊള്ളാനും കേസ് പറയുവാനും എന്തിന് ജീവത്യാഗം ചെയ്യുവാനും വേണ്ടി വരെ തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്കാണ്. ഞങ്ങളുടെ പ്രവർത്തകരാണ് ശ്രീ ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരാളെ ഡിവൈഎഫ്ഐക്കാര് കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. അല്ല, ഞാനൊന്ന് പറഞ്ഞു, അത് പറയാതെ പോകുന്നത് ശരിയല്ല. ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഡിവൈഎഫ്ഐ ഓഫീസിനകത്ത് നിന്ന് കല്ലെറിഞ്ഞു കൊല്ലുമ്പോ പിറ്റേ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മളോട് അപഹസിക്കാനുള്ളത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ചത്തുപോയത്. പോസ്റ്റ്മോർട്ടം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സമയത്താണ് ഈ മുഖ്യമന്ത്രി ആഭാസ ചിരിയുമായിട്ട് വന്നത്. കോൺഗ്രസ്സുകാർ കരക്കിരിക്കുകയായിരുന്നു. ആൾക്കാരെ ഇത്തരത്തിലുള്ള വ്യക്തികളെ മുഴുവനും ചുമന്നുകൊണ്ട് കേരള പോലീസ് അങ്ങോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ നടത്തിയെന്താണ്? നിങ്ങൾ എല്ലാം സെറ്റിലായി നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ദിവസം വന്ന് വിളിച്ചു കൂട്ടി ഒരു പന്തലൊക്കെ കെട്ടി റോഡ് കയ്യേറിയതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിച്ചു പോകാതെ ഞാനിപ്പോ വഴങ്ങിയതൊന്നുണ്ടാ. ഞാൻ ഗോകുൽ പറഞ്ഞപ്പോ വഴങ്ങിയത് അല്ല, കേക്ക് ഗോകുൽ പറഞ്ഞപ്പോ വഴങ്ങിയത് ഗോകുൽ പറയാൻ അവസരമാണ്. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. അല്ല, ശ്രീ കെ സുരേന്ദ്രൻ എത്ര ദിവസം ജയിലിൽ കിടന്നു? ശബരിമല വിഷയത്തിൽ കെ സുരേന്ദ്രനെ പോലെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ട് കൂടി അദ്ദേഹത്തിന് നശിപ്പിച്ചാൽ അകത്ത് കിടക്കും പോലെ അത് സുരേന്ദ്രനല്ല, അത് സുരേന്ദ്രനല്ല. ഗോകുലാണെങ്കിലും ഞാനാണെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചാൽ സ്വാഭാവികമായും നിലവിലുള്ള നിയമപ്രകാരം അകത്ത് കിടക്കും. അതിനെന്താ സംശയമുള്ളത്? ഇത്രയും ദിവസം ജയിലിൽ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമുണ്ടോ? ചർച്ചയിൽ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് സത്യമില്ലാതാവും. അതുകൊണ്ട് ഗോകുൽ ഗോകുൽ ഇത്രയും പറഞ്ഞല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് മറുപടി പറയാൻ സമയം നിങ്ങൾ മറുപടി ചോദ്യം മാത്രം ചോദിച്ചു മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ ഗോകുൽ സത്യസന്ധമായ ചില കാര്യങ്ങളൂടെ പറഞ്ഞു. സന്തോഷം. അതായത് കോൺഗ്രസ്സുകാർക്കെതിരെ കേസുണ്ട്. ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഗോകുൽ അങ്ങനെ ഇടപെടരുത്. അല്ലല്ല, അതല്ല ചർച്ച. അത് ശരിയായ ചർച്ചയല്ല. അല്ലല്ല, അത് ശരിയായ ചർച്ചയല്ല. അല്ലല്ല അങ്ങനെയല്ല. അല്ല, ഈ ചർച്ച അത് ഇതിന്റെ ചർച്ചയെന്നല്ല പറയുന്നത്. അല്ല, ഒരാൾ പറയുമ്പോ അതിനകത്ത് കയറി ഇടപെട്ട് ഉറക്കെ ശബ്ദിച്ച് സംസാരിച്ചുകൊണ്ട് ചർച്ചയാവോ? അല്ല അല്ലേ, എന്നാൽ പിന്നെ ഒരാൾ മാത്രം സംസാരിക്കട്ടെ. ഞാൻ കേട്ടില്ല പറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ പേരിലെ കേസ് എന്ന് പറയുന്നത് അങ്ങ് പറയുന്നതാണ്. എന്റെ അറിവിലില്ല. ഞാൻ പറയുന്ന നിങ്ങളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അഥവാ അത് ഈ പറയുന്ന പ്രക്ഷോഭത്തിന്റെ പേരിലൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും സേഫ് സോണിൽ വന്ന് പന്തൽ കെട്ടി അവിടെ ഇരുന്നപ്പോ റോഡ് കയ്യേറി എന്ന് പറഞ്ഞൊരു പെറ്റി കേസ് ഉണ്ടായിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് BJP-ക്കാരോ RSS-കാരോ ഹിന്ദു ഐക്യവേദിക്കാരോ ഒന്നും അനുഭവിച്ചതുപോലെ ഒരു കേസ് നിങ്ങളുടെ പേരിൽ വന്നിട്ടില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം തിരുവനന്തപുരത്ത്, അല്ല ശ്രീ ജീവികാരി വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു. കെ സുരേന്ദ്രൻ പൊതുമുതൽ നശിപ്പിച്ചതാണ്. അങ്ങനല്ല, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ജയിലിൽ കിടന്നത്. അത് തെറ്റാണ്. അത് വസ്തുതാവിരുദ്ധമായ
കാര്യമാണ്. അത് ശരിയായ അതിനാണ് രീതിയല്ല. ഗോകുൽ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് പറയുന്നത് ഒരാൾ ചോദ്യം ചോദിച്ചു, അയാൾ ചോദിച്ചപ്പോ ഗോകുൽ ചോദിച്ചപ്പോ ഞാൻ ഓക്കെ, അങ്ങ് പറയൂ. അല്ല, അങ്ങ് മറുപടി പറയൂ. അങ്ങ് മറുപടി പറയൂ. അല്ലല്ല, അങ്ങ് മറുപടി അങ്ങ് പറയൂ. അതാണോ ചർച്ച? അല്ലല്ല, അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് മറുപടി പറ. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോളൂ. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് പറഞ്ഞു കോൺഗ്രസ്സുകാർ എന്താ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അംഗീകരിച്ചു. പ്രധാനപ്പെട്ട അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം കോൺഗ്രസ്സുകാർ ചെയ്ത് കരക്ക് ഇരുന്നിട്ട് വെറുതെ സീൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 100% ഈ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ ആ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗൗതം നേരത്തെ ചോദിച്ച പോലെ ഒരു പ്രസ്താവനയും കണ്ടിട്ടില്ലെന്ന്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങൾ ചോദിച്ച ചോദ്യം അതോടൊപ്പം തന്നെ ഗവൺമെന്റിനോട് ചോദിച്ച ചോദ്യം നമ്പർ 1 ഞങ്ങൾ ചോദിച്ച ചോദ്യം ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് നിങ്ങൾ പിൻവലിക്ക്. അതെന്താ ചെറിയ കാര്യമാണോ? അപ്പോൾ ആ കേസ് നിങ്ങൾ പിൻവലിക്ക്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞു, അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കണം, ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണല്ലേ പ്രസ്താവന, അതല്ലേ കൃത്യമായിട്ട് പ്രസ്താവന. ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് ഇതൊന്നും പോരാ, ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഞങ്ങൾ അടിയുണ്ടാക്കണം, അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കണം എന്ന് പറയുന്ന സമീപനമല്ല കോൺഗ്രസ് എടുക്കേണ്ടത്. നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ, ഞാൻ പറയുന്ന ഈ പ്രക്ഷോഭത്തിൽ അല്ലാതെ വേറെ ഒരു പ്രക്ഷോഭത്തിൽ അവരാരെയും കണ്ടിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് എന്തെല്ലാം സമരങ്ങൾ നടക്കുന്നു. ഈ സമര പരിപാടികളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട സമരമല്ലാതെ വേറെ ഒരു പരിപാടിക്ക് ഒരു കേസും ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് BJP-യുടെ മാത്രമാണ്. ഞങ്ങളുമൊക്കെ വിശ്വാസികളാണ്, ഞങ്ങളുമൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിന്റെ പേരിൽ ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. CPM കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള